അപ്പോൾ അങ്ങനെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോസ് വേറെ ഒന്നുമില്ല. ഇന്ന് നമ്മുടെ അടുത്ത് കുറച്ചധികം സോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സോപ്പെല്ലാം കൂടെ പീസാക്കി നമ്മളൊരു വലിയ സോപ്പ് ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു വലിയ സോപ്പ്. പല കമ്പനിയുടെ മെഡിമിക്സ്, പതഞ്ജലി അങ്ങനെ ഒരുപാട് കമ്പനികളുടെ സോപ്പുകളുണ്ട്. നമ്മളെല്ലാം സോപ്പ് ഓരോന്നായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് കവറ് അങ്ങനെ നമ്മുടെ കവറിൽ നിന്നൊക്കെ കഴിച്ച സോപ്പ് അത് ഇത്രത്തോളം ഉണ്ട്. ഇത്രയും സോപ്പ് വെച്ചാണ് നമ്മൾ ഒരു വലിയ സോപ്പ് ഉണ്ടാക്കാൻ പോണേ. അങ്ങനെ അവസാനം നമ്മൾ സോപ്പെല്ലാം അരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് പീസാക്കി നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെ പീസാക്കി ഒരു ഹലുവയുടെ പീസ് പോലെ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് കൊണ്ടായിട്ട് ചൂടാക്കുവാണ്. ചൂടാക്കി ഇതിനെ ഉരുക്കിയെടുക്കാൻ പറ്റുമോ എന്നാണ് നമുക്ക് നോക്കണേ. അറിയില്ല, നമുക്ക് ശ്രമിച്ചു നോക്കാം. പറ്റുമെങ്കിൽ നമുക്കൊരു വലിയ സോപ്പ് ഇത് വെച്ചുണ്ടാക്കാം. അതാണ് നമ്മുടെ പ്ലാന്. ഓക്കെ, അപ്പോൾ നമുക്ക് ചൂടാക്കാൻ പോകാം. അങ്ങനെ നമ്മുടെ സോപ്പ് ഇട്ടപ്പോൾ തന്നെ ഉരുകാൻ തുടങ്ങിയിരിക്കുകയാണ്. സെൻറ്ററിൽ അത്യാവശ്യം എണ്ണ ഉരുകി വരുന്നതായിട്ട് കാണാം. ഈ സോപ്പിനകത്തൊക്കെ ഓൾറെഡി എണ്ണ ഉള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഉരുകുന്നതായിരിക്കും. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സാമ്പാറിനകത്ത് മുരിങ്ങക്കോലും ക്യാരറ്റും കിടക്കുന്ന പോലെ ഇതിലെ ഓരോന്ന് കിടപ്പുണ്ട് ഉരുകാതെ. അത് വേറെയൊന്നുമല്ല, അത് ഇച്ചിരി കട്ടിയുള്ള സോപ്പുകളാണ്. മറ്റുള്ള കനം കുറഞ്ഞ സോപ്പുകളൊക്കെ പെട്ടെന്ന് ഉരുകിയിട്ടുണ്ട്. അതും ഉരുകുമായിരിക്കും എന്ന് വിചാരിക്കണം. സോപ്പ് ഏതായാലും ഞാൻ ഈ ഒരു പാത്രത്തിലേക്കാണ് ഇടുന്നത്. ഈ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിൽ കിട്ടാനായിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണയാദ്യം തൂക്കാം. കാരണം ഇത് ഊരിപ്പോരാനെ കട്ടിയായി കഴിഞ്ഞാൽ ഊരിപ്പോരാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് ഇച്ചിരി എണ്ണ തൂത്തിട്ട് അങ്ങനെ അവസാനം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എണ്ണയെല്ലാം വറ്റിയിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് പുകയും വരുന്നുണ്ട്. ഇനി ഇളക്കൽ നിർത്തിക്കഴിഞ്ഞാൽ ഇത് കരിയാനാണ് ചാൻസ്. ഇതിനകത്ത് ഓയിലെല്ലാം വറ്റി തീർന്നിട്ടുണ്ട്. അതുപോലെ നല്ല സോപ്പിൻ്റെ സ്മെല്ലുണ്ട് കേട്ടോ. ഇവിടെ ഈ മുറി മൊത്തം നല്ല പോലെ സോപ്പിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ ഇത് അധികം നേരം ഇതിന് വെച്ചുകൊണ്ടിരുന്നാൽ ഇത് കരിയാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് എടുക്കാം, എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് പതുക്കെ അങ്ങ് മാറ്റി ഈ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിലാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. Three days later. പോരുന്നില്ല, പണി പാളി. ഈ ഷേപ്പിലായി സംഭവം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും പോരുന്നില്ലായിരുന്നു. നമ്മൾ കുറേ വലിച്ച് പറിച്ചൊക്കെ ആയിട്ടാണ് എടുത്തത്. ഏതായാലും ഉള്ളത് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ സോപ്പ് വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഏകദേശം തീർന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ പാത്രത്തിൽ നിന്നൊക്കെ നമ്മൾ ഇച്ചിരി വിഷമിച്ചാണ് എടുത്തത്. അതായത് ഇതിലും നല്ല വലിപ്പം ഉണ്ടായിരുന്നു സാൻ സോപ്പിന്. പക്ഷേ നമുക്ക് അതിനകത്ത് നിന്ന് ഒട്ടിപ്പോയി. നമുക്ക് എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ കുത്തി കുറേ കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെയൊക്കെ അവസാനം ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ഫിനിഷിങ്ങോടെ കൂടെ വന്നിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.